അല്ല, ഒരു കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ ബൾക്കായിട്ട് ഏതെങ്കിലും മുന്നണിക്ക് കിട്ടാറില്ല. കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകാം, കാരണം കുറേ മുസ്ലിം പാർട്ടികൾ മറുഭാഗത്തുണ്ട്. LDFിനും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പഠിച്ചു വരികയാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികൾക്ക് രാജ്യത്തുള്ള സകലമാന വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എതിരാക്കി മാറ്റുന്നതോ ആയ സമീപനങ്ങൾ ഇടതുപക്ഷം ഒരിക്കലും സ്വീകരിക്കാറില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വോട്ട് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാതെ തന്നെ തുറന്ന് പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടം എന്നും ഇടതുപക്ഷ പാർട്ടികൾ കാണിക്കാറുണ്ട്. അത് CPM കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. മറ്റു പലരും നമുക്കറിയാം ഒരു അഴകുഴമ്പൻ നയമാണ് അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പോലും വ്യക്തമായി പ്രതിപാദിക്കാത്ത ആളുകളാണ് മറുപക്ഷത്തുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ കൂടുതൽ കണക്കുകൾ പഠിച്ചു വരുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാം. അതൊരു മുദ്രാവാക്യല്ലേ? മുദ്രാവാക്യം മാത്രമല്ല, കാരണം പാർലമെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് അംഗങ്ങളുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്. പക്ഷേ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ, ഭരണഘടനയ്ക്കെതിരായി നടക്കുന്ന നീക്കങ്ങളിൽ അവിടെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഏതാനും വിരലിലുണ്ടാവുന്ന അംഗങ്ങൾ മാത്രമേ പലപ്പോഴും നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത് ജനങ്ങൾ സ്വീകരിച്ചത്. ആ ദിശയിലൂടെ പോകുന്നത് ദേശീയ തലത്തിൽ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം സൗത്ത് മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ UDF ആണ് ലോക്സഭാ ഇലക്ഷനിൽ മുന്നേറ്റ് നിൽക്കുന്നത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, അതിന് മാറ്റം വരും. അപ്പം ഞങ്ങൾ കൊടുവള്ളിയിൽ എത്രയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം മുനീറിൻ്റെത്? ഇത്തവണ ഇപ്പം എത്ര വന്നിരിക്കുന്നത്? അല്ല, INLൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇല്ലില്ല, ഞങ്ങൾ ഇവിടെ INL സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആമ സാഹിബ് പരമാവധി വീടുകളിൽ ഇറങ്ങിയപ്പോൾ വോട്ട് പിടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ കൊടുവള്ളി ആവർത്തിക്കായിരുന്നു. കൊടുവള്ളിയിൽ എത്രയാണ്? 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട്. അതിൽ സംഭവം. അതേസരം കാസർഗോഡ് ഞങ്ങൾ വളരെ പ്രബലമായ CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി എന്ന നിലക്ക് അവിടെയും തന്നെ സജീവമായി പങ്കെടുക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു നന്നായിട്ട്. കണ്ണൂരെല്ലാം തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിനെ എടുത്തിട്ട് അവർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു സൗത്ത് മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സൗത്ത് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഘടകങ്ങളുണ്ട്. ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു സീറ്റ് അതായി മാറിയെന്നേ അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്നാണ് ഇതാ ബഷീർ, ഞങ്ങളുടെ ഇവരുടെ NLUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, മൂപ്പർ കൗൺസിൽ കൂടിയാണ് അവിടെ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ആ ഭാഗത്ത് കോവളം ഭീമാപ്പള്ളി ഭാഗത്ത് സജീവമായി പങ്കെടുത്ത അവിടെ യഥാർത്ഥത്തിൽ CPI നേതാവിൻ്റെ വോട്ട് കൂടിയിരിക്കുക അല്ലേ? 10,000-ഓളം വോട്ട് കൂടിയിരിക്കുകയാണ് അവിടെ. അല്ല, എല്ലാ കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ തിരുത്തൽ ശക്തിയായാണ് മാറാറ്. അവർ വിശകലനങ്ങൾ ചെയ്യും, തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അനുഭവങ്ങളാണ് നമുക്ക് മുമ്പുണ്ടായിട്ടുള്ളത്. അത് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക്, അതുപോലെ CPMൻ്റെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അല്പം കാത്തിരുന്ന് കാണാം. പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഞങ്ങളുടെ നേതൃത്വത്തോട് ഡീറ്റെയിൽ പഠിച്ചിട്ട് പറയും. ഞങ്ങൾ അടുത്ത അല്ല, പണ്ട് കാലത്ത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി മുസ്ലിം ലീഗ് മാത്രമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് മാത്രമല്ല, മറ്റു പാർട്ടികൾക്കും അങ്ങനെ ആവാം എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു മത സംഘടന, ആ സംഘടനൻ്റെ രാഷ്ട്രീയ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും പോലത്തെ അവരുടെ സമസ്തയുടെ ഭരണഘടന, കാരണം ഞാൻ അതിൽ ഡീപ്പായിട്ട് പഠിച്ച വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സമസ്തക്ക് പ്രത്യേകിച്ച് ഒരു സംഘടനയോടും ഒരു വിധേയത്വവുമില്ല. സമസ്തക്ക് രാഷ്ട്രീയമില്ല. 1960കളിൽ ഉണ്ടാക്കിയ ഇതാ, ഇപ്പോഴും ഇല്ല. അതേ സമയത്ത് അവർ ചിലപ്പോൾ ലീഗിൻ്റെ ചില താൽപ്രമാണിത്വത്തിനെതിരെ
അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയേണ്ടത് യജമാന സ്ഥിതിക്കെതിരെ പ്രതികരിക്കുന്നുണ്ടാകാം. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ കാണുകയും ചെയ്യാം. സമസ്തക്കാരിൽ അധികാരമുണ്ട്. കാരണം അതൊരു സ്വതന്ത്രമായ പണ്ഡിത സഭയാണ്. ഒരു സുന്നി കേരളത്തിൽ 90% വരുന്ന സുന്നികളുടെ ആധികാരിക സംഘടനയാണ്. അതിൽ പോയി ലീഗ് അവരുടെ ഒരു പോഷകഘടകമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. PM സലാം ആ വിഷയത്തിൽ കുറേ അതിര് കവിഞ്ഞിരിക്കുക. അതായത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയിൽ വേണ്ടത്ര പിടിപാടില്ല എന്ന് മനസ്സിലാകുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. അടുത്ത് തന്നെ ഇവിടെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു പരിപാടി നടത്തിയല്ലോ, ഒരു ബാർ ഹോട്ടലിൽ. അവിടെ കുറേ പണ്ഡിതന്മാരെയൊക്കെ അവർ സംഘടിപ്പിച്ചു. അതുമാത്രമല്ല കുറേ നേതാക്കന്മാരെ, ഗൾഫ് നേതാക്കന്മാരെയൊക്കെ. എന്തിന്? അപ്രമാദിത്വം കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിന് സമസ്ത വഴങ്ങിക്കൊടുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇലക്ഷനിലും വോട്ടും ഇവരും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നതിന് ശരിയല്ല.